അടുത്ത മാസം ആദ്യം പ്രൈം മിനിസ്റ്റർ ഒന്ന് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. അത്രേ ഉള്ളൂ. വെരി ഈസി. അദ്ദേഹത്തിന്റെ പി എ മിസ്റ്റർ ചൗധരി ഫ്രണ്ട് ഓഫ് മൈൻഡ്. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഫോൺ ചെയ്യാം. റേഡിയോഗ്രാം? നോ 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 നോ, എന്റെ മകൾ ജമുനയാണ് വായിക്കുന്നത്. ഒരു ഫോണിലോട്ട് പോവാം. He will not believe what an expert she is in piano. உங்களை பார்க்கணும்னு நான் எத்தனை நாளா நினைக்கிறேன் தெரியுமா? டெலிபோன் பண்ணா நீங்க இல்லைன்னு தான் அங்க இருக்கிறவங்க சொல்றாங்க. நேத்திக்கு உங்களை பாக்குறதுக்காக நான் உங்க வீட்டுக்கு வந்திருந்தேன். அப்பவும் என்னால உங்களை பார்க்க முடியல. എനിക്ക് ഒരുപാട് ജോലിയില്ല കമലം. സമയത്ത് ഒരിടത്ത് ഓടിയെത്താൻ കഴിയുന്നില്ല. என்ன வேலை இருந்தாலும் எனக்கு ஒரு டெலிபோன் பண்ணக்கூடாதா? തിരക്കിനിടയിൽ ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. കമലം എന്തിനാ എന്നെ അന്വേഷിച്ചത്? ஒரு சந்தோஷமான சமாச்சாரம் உங்ககிட்ட சொல்லத்தான். പറയൂ, എന്താണ്? நான் உங்க குழந்தைக்கு தாயாக போறேன். ஏன் பேசாம இருக்கீங்க? இதுல உங்களுக்கு சந்தோஷம் இல்லையா? ഇല്ല, ഇപ്പോഴത് വേണ്ടായിരുന്നു. വിധവയായ നീ പ്രസവിക്കുന്നത് നിനക്ക് അപമാനമല്ലേ? നിന്റെ ബന്ധുക്കൾ എന്ത് പറയും? നമ്മുടെ സൊസൈറ്റി എന്ത് പറയും? எனக்கு நீங்க இல்லையா? எனக்கு சிவன் இருக்கே. ഞാൻ നിങ്ങളുടെ ഭർത്താവല്ലല്ലോ. நீங்க என் கணவராகணும். அதுக்கு நீங்க என்ன கல்யாணம் பண்ணிக்கணும். என் கணவன் இறந்த பிறகு நான் உங்களைத்தானே கணவனா நினைச்சிருக்கேன். ஏன் என்ன கல்யாணம் பண்ணிக்கிறதுல உங்களுக்கு இஷ்டம் இல்லையா? അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ശിവാ, നീ വിഷമിക്കണ്ട. എന്തുണ്ടായാലും ഞാനില്ലേ. കമലത്തിന് ഞാൻ ചതിക്കുവോ? നിനക്കെന്റെ വിശ്വാസമല്ലേ? വിശ്വാസം ഇருக்கு. എടാ, അവൾ മരിച്ചു. ആരെ? സോഫി. അവൾ ആത്മഹത്യ ചെയ്തു. അവൾക്ക് ബുദ്ധിയുണ്ട്. എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, ഞാനത് എത്രയോ നേരത്തെ ചെയ്തേനെ. എന്റെ മോൾ എന്നെ വിട്ട് പോയപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. എന്റെ വീട് തീപിടിച്ച് കത്തി എറിഞ്ഞപ്പോഴും എനിക്കത് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നതെന്ന് നിനക്കറിയാമോ? നീ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. പാവം. നീ സഹതപിക്കുകയാണോ? എടാ രുക്മിണി, നീ ആരോടാ സംസാരിക്കുന്ന അറിയാം? അറിയാം. ഈ പാവം രുക്മിണി ഒന്ന് കാറി തുപ്പിയാൽ തകർന്നു പോകുന്നതാണ് നിന്റെ അന്തസ്. ശിവനോടാണ് നീ സംസാരിക്കുന്നതെന്ന് ഓർമ്മിക്കും. ഞാൻ എന്റെ വിരലം നനയ്ക്കാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നീ ശബ്ദിക്കില്ല. എങ്കിൽ കാണിച്ചാ നിന്റെ കഴിവ്. മുത്തുകൃഷ്ണ, ഇവളെ പിടിച്ച് പുറത്താക്ക്. ഭീരു, ഒരു പാവം പെണ്ണിന്റെ മുമ്പിൽ നിനക്ക് ഇത്ര ഭയമോ? എന്നെ പുറത്താക്കാൻ നിന്റെ വേലക്കാർ വരണമെന്നില്ല. ഇപ്പോൾ ഞാൻ പോകുന്നു. ഇനിയും ഞാൻ വരും. അത് എന്റെ അവസാനത്തെ വരവായിരിക്കും. മോളെ, ഇവിടെ വരുന്ന ശിവനെ കുറിച്ച് നിനക്കെന്താണ് അഭിപ്രായം? അടുത്ത് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച് ഞാനെന്ത് പറയാനാണ്? നല്ലവനാണ്. എന്നെ പോലെ തന്നെ സ്വന്തം പരിശ്രമം കൊണ്ടാണ് അവൻ വളർന്നു വലിയവനായത്. മോളെ, അവനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
നീ എന്ത് പറയുന്നു? മോളെ, അവൻ എന്റെ മരുമകനാകുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ നിന്റെ ഭർത്താവാനുള്ള യോഗ്യത അവനുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. എനിക്ക് ധൃതിയില്ല. നീ നല്ലപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ടേക്ക് യുവർ ഓൺ ടൈം. ഹലോ. ആ, എന്താ മോളെ? ഡാഡി പറഞ്ഞ കാര്യം എനിക്കിഷ്ടമാണ്. എന്താണെങ്കിലും എന്നോട് പറയാം. പറയൂ. ഇന്നലെ ഞാൻ ഫോണിൽ സംസാരിച്ചത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. അതെ, വാട്ട് യു സേ? താങ്കൾക്ക് ഇഷ്ടമാണോ? മിസ്റ്റർ മേനോൻ, എന്റെ ഇഷ്ടവും ഇഷ്ടക്കേട് നോക്കേണ്ട കാര്യമില്ല. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാ. അങ്ങയുടെ മകൾ യമുനയ്ക്ക് ഇത് ഇഷ്ടമാണോ എന്നാ അറിയേണ്ടത്. അവൾക്ക് എപ്പോഴേ സമ്മതമാണ്. പിന്നെ ആർക്കാ സമ്മതമില്ലാത്തത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഹോണർ ഫോർ മീ. താങ്ക് യു. ഞാനിപ്പോൾ that means I take it as എല്ലാം അങ്ങ് തീരുമാനിച്ചാ മതി. എനിക്ക് ആലോചിക്കാൻ ആരുമില്ല. well, then I contact you later. ഓക്കെ then. Bye. ഹലോ കമലം. ആ, ഞാനാ ശിവൻ. ആ, ഞാന് വൈകുന്നേരം അങ്ങോട്ട് വരുന്നുണ്ട്. ആ, എന്തേ? ഓ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ? ഞാൻ മറന്നുപോയി. ആ, എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. ആ, நீங்க என்னமோ சொல்லணும்னு சொன்னீங்களே, என்ன விஷயம்? പറയാം. കമലം, നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഈ മദ്രാസ് ഞാൻ വണ്ടി ഇറങ്ങിയത് വെറും കൈയോടെ. എന്നെ ഇന്നത്തെ ശിവനാക്കിയത് നീയാണ്. ആ നിന്നെ മറക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും எதுக்காக இப்ப இதெல்லாம் சொல்றீங்க? ഇപ്പോഴേ അത് പറയാം. അത് പറയാൻ പറ്റിയ സമയം ഇതാണ്. ഇനി ഒരിക്കലായാൽ എനിക്കത് പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. നിനക്ക് വിഷമം തോന്നരുത്. ഞാനത് പറയുമ്പോ നിനക്ക് വിഷമം തോന്നും. പക്ഷേ ഇപ്പോഴത് പറയാതിരുന്നാൽ നീ കൂടുതൽ വിഷമിക്കും. நீங்க சொல்றது ஒண்ணுமே எனக்கு புரியல. നാം തമ്മിൽ പിരിയാൻ സമയമായി. சிவா, എന്നെ സഹായിക്കാൻ നീ എനിക്ക് തന്നിട്ടുള്ള പണം മുഴുവനും അതിന്റെ പലിശയോടെ നിനക്ക് തിരിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. எனக்கு உங்க பணம் தேவையில்லை, நீங்க தான் வேணும். എന്നെ മാത്രം ആവശ്യപ്പെടരുത്. എന്നെ ആരെങ്കിലും അവകാശപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. என் வயிற்றுல வளர்றது உன்னுடைய குழந்தை சிவா. സുമതി, ഓ സോറി. കമലം, ഇങ്ങനെ പറഞ്ഞ സ്ത്രീയെ ഇതിനു മുമ്പ് എനിക്ക് പരിചയമുണ്ട്. എന്റെ കുഞ്ഞിനെ കാണാൻ ഞാൻ കൊതിയോട് ഓടിച്ചെന്നപ്പോ അവൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് അത് എന്റെ കുഞ്ഞല്ലെന്നാണ്. சிவா, என் வயிற்றுல வளர்றது உன் குழந்தை. இந்த குழந்தைக்காகத்தான் நான் என்னுடைய எல்லாமே. നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടി. നീ ഒരു അമ്മയായി. പക്ഷേ ആ കുട്ടിയുടെ അച്ഛനാകാൻ എനിക്ക് താല്പര്യമുണ്ട്. சிவா, நீ சொல்றது உண்மையாவா? ഞാൻ നുണ പറയാറില്ല. കള്ളം പറഞ്ഞ് ഒളിച്ചോടുന്നത് എനിക്കിഷ്ടവുമല്ല. മുഖത്ത് നോക്കി സത്യം പറയുന്നത് എനിക്കിഷ്ടം. சத்தியம், உனக்கு மனசாட்சி இருக்கா? உன் மனசுல கொஞ்சம் கூட தயவு இல்லையா? ഞാൻ വളരുന്നതേ ഉള്ളൂ.
നിന്റെ വളർച്ച അവസാനിച്ചു കഴിഞ്ഞു. നിന്റെ കാൽക്കൽ എന്നെ തളച്ചിടാൻ നീ ശ്രമിക്കരുത്. ഛീ, നന്ദി കെട്ട നായേ, ഉനക്കാകവാ എൻ കണവനെ நான் ആ വാചകം പൂർത്തിയാക്കരുത്. ആരെങ്കിലും കേൾക്കും. എന്നെ സഹായിച്ച കമലൻ ജയിലിൽ കിടക്കുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പോവുകയാണ്. എന്ത് സഹായം വേണമെങ്കിലും എപ്പോഴും നിനക്ക് എന്നോട് ആവശ്യപ്പെടാം. എന്നെ ഒഴിച്ചെന്തും. உன் உதவிக்காக உன் வீடு தேடி என் நாய் தான் வரும். പട്ടികൾ എന്റെ വീട്ടുമുറ്റത്ത് വരരുത്. അതിനെ കടിച്ചു കീറുന്ന വലിയ പട്ടികൾ ആ ബംഗ്ലാവിനകത്തുണ്ട്. Get out! I say you get out! ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും എന്നെ അന്വേഷിക്കരുത്. നാളെ ഈ മുഖം എനിക്ക് പരിചയം ഉണ്ടാവില്ല. ഈ സാരി കണ്ടോ? നന്നായിരുന്നില്ലേ? ഇത് കണ്ടോ? കൊള്ളാല്ലേ? മോളെ, മിസ്റ്റർ ശിവൻ നിനക്ക് വേണ്ടി തന്നതാ. ഇത് കണ്ടോ? നന്നായിരിക്കുന്നു ഈ നെക്ലേസ്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരി, പോയിട്ട് വരൂ. കം, ലെറ്റ്സ് ഗോ. മിസ്റ്റർ ശിവൻ ഡൽഹിയിൽ നിന്ന് മിസ്റ്റർ ഗുപ്തയും വൈഫും ഈവനിങ് ഫ്ലൈറ്റിൽ എത്തുന്നുണ്ട്. നിങ്ങൾ വണ്ടി അയക്കണോ ഞാൻ അയക്കണോ? വേണ്ട, ഞാൻ അയക്കാം. ഞാൻ അവർക്ക് ഹോട്ടൽ താജിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. എടാ, എന്റെ 5 രൂപ അത് നിനക്ക് ഓർമ്മയുണ്ടോ? അതാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത്. പാവം, തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഏതോ ഒരു സ്ത്രീ. ഇങ്ങനെ എത്രയോ തെണ്ടുകൾ ആരും അറിയാതെ ചത്തൊടുങ്ങുന്നത്. ഇവരും മനുഷ്യരല്ലേ? നമ്മൾ ആരെങ്കിലും ഇവരെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? നമുക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അടുത്ത മീറ്റിംഗിൽ തന്നെ ഇവരെ പറ്റി ആലോചിക്കാം. That's all right. ഓക്കെ then, bye. Bye. Bye.